ആദ്യത്തെ പ്രാവശ്യം ആദ്യമായിട്ട് ഒരു മാനസികാസ്വാസ്ഥ്യം വന്നു, അതിന് ചികിത്സ എടുത്തു. ഇനി മുന്നോട്ട് അതിന്റെ ആഘാതം കുറയ്ക്കാൻ, അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളത് നോക്കല് പരമപ്രധാനമാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ പറയും മനസ്സിനറിയില്ലാത്തത് കണ്ണ് കണ്ടാലും മനസ്സിലാവില്ല എന്ന് പറയും. അപ്പൊ ഇതൊരു രോഗമായിരുന്നു, പ്രശ്നമായിരുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യൽ വളരെ പ്രധാനമാണ്. ഫസ്റ്റ് തിങ് അതാണ്. അത് മനസ്സിലാക്കുന്നിടത്തു നിന്നാണ് നമ്മുടെ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കാലം ചികിത്സ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനം. അത് ആവശ്യമുള്ള രൂപത്തിലുള്ള ചികിത്സ, അതായത് എന്തൊക്കെ മരുന്നുകൾ വേണം, എന്തൊക്കെ ചികിത്സകൾ വേണം, എന്തൊക്കെ തെറാപ്പികൾ പോകണം, അതൊക്കെയും ആവശ്യമുള്ള കാലത്തിലേക്ക് അത് പോവുകയും വേണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്യണം. തുടർന്ന് അങ്ങോട്ട് സോഷ്യൽ സ്കിൽ ട്രെയിനിങ്. ഈ അസുഖം വന്നത് കാരണം അവർക്ക് സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവർക്ക് അങ്ങോട്ട് പോയി ഇടപഴകാനുള്ളതിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അവർ ട്രെയിൻ ചെയ്തെടുക്കേണ്ടി വരും. രണ്ടാമത്തത് വൊക്കേഷണൽ സ്കിൽ ട്രെയിനിങ് ആണ്. അതായത് ജോലി സംബന്ധമായിട്ട് ദേ മസ്റ്റ് ഹാവ് സം ലാക്യൂണീസ്, എന്തെങ്കിലും കുറവുകൾ ഉണ്ടായേക്കാം, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. 3, ഫാമിലിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും അവർക്ക് ഉണ്ടാക്കണം.